ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ പലഹാരം ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഒരു പാത്രത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ വിസ്ക് വെച്ചിട്ടാട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഇതിനൊന്ന് അടിച്ചെടുക്കുകയാണ്. ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒന്നാകെ ഇട്ട് കൊടുത്താൽ നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാൻ കഴിയൂല. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. 1/2 കപ്പ് മൈദപ്പൊടി മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി ഒട്ടും കട്ടയില്ലാതെ ഈ ഒരു കട്ടിക്ക് മാവാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് പഴമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചെറുപഴം എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിലുള്ള ഏത് പഴം വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് മുറിച്ച് മാറ്റുകയാണ്. അപ്പോൾ പലഹാരം ഉണ്ടാക്കുമ്പോൾ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഓരോ പഴം എടുത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ച മാവിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ബ്രെഡ് പൊടിയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ലൊരു കളറാകുന്നവരെ പൊരിച്ചെടുക്കണം. അപ്പം നമ്മളെ പലഹാരം നല്ല ഗോൾഡൻ നിറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം പഴം മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.